മുറിവേൽക്കും മുമ്പ് എമ്പുരാൻ കണ്ടു. മനുഷ്യത്വം മരവിച്ചു പോയ ക്രൂരമായ വംശഹത്യയുടെ ചോരക്കറിയുമായി നിൽക്കുന്ന സംഘപരിവാറിനെ വിമർശിച്ചതിന്റെ പേരിൽ ഒരു കലാസൃഷ്ടിയും അതിന്റെ ശില്പികളും കടന്നാക്രമിക്കപ്പെടുന്നത് അനുവദിക്കാനാവില്ലെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുനാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, എം.വി. ഗോവിന്ദന് എമ്പുരാൻ കണ്ടിരിക്കുന്നു, ഐക്യദാർഢ്യം പങ്കുവെക്കും. വിജയ്, തീർച്ചയായും മുറിവേൽക്കും മുൻപ് എമ്പുരാൻ കണ്ടു എന്ന് പറഞ്ഞാണ് CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. മലയാള സിനിമയെ കൂടുതൽ വിശാലമായ ക്യാൻവാസിലേക്ക് പകർത്തുന്ന ചലച്ചിത്ര അനുഭവമായിട്ടാണ് തനിക്ക് എമ്പുരാൻ സിനിമ തോന്നിയതെന്ന് അദ്ദേഹം പറയുന്നു. ചിത്രത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന വിഷലിപ്തമായ വിദ്വേഷ പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സിനിമ കണ്ടത്. മനുഷ്യത്വം മരവിച്ചു പോയ ക്രൂരമായ വംശഹത്യയുടെ ചോരക്കറയുമായി നിൽക്കുന്ന സംഘപരിവാറിനെ വിമർശിച്ചതിന്റെ പേരിൽ ഒരു കലാസൃഷ്ടിയും അതിന്റെ ശില്പികളും കടന്നാക്രമിക്കപ്പെടുന്നത് അനുവദിക്കാനാകില്ലെന്ന് എം.വി. ഗോവിന്ദൻ പറയുന്നു. ഇതിനെതിരെ സാംസ്കാരികമായി ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത്. തങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ നിശബ്ദരാകുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു എന്ന് പരിശോധിക്കാനുള്ള സംഘപരിവാറിന്റെ മോക്ക് ഡ്രില്ലായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രചാരണങ്ങളെ കാണേണ്ടതെന്നാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. ഇവിടെ നമ്മൾ കരുത്തോടെ നിലകൊള്ളണം, അല്ലാത്ത പക്ഷം കൂടുതൽ ഭ്രാന്തമായ ആക്രമണങ്ങളുമായി അവർ പിന്നെയും എത്തുമെന്ന മുന്നറിയിപ്പ് കൂടി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. നേരത്തെ എഴുത്തോ കഴുത്തോ എന്ന ചോദ്യത്തിന് കല എല്ലായ്പ്പോഴും കഴുത്ത് ഉപേക്ഷിക്കുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി ജീവൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ മികച്ച അഭിപ്രായം നേടിയ സന്തോഷ് എന്ന ചിത്രത്തിനും ഇതേപോലെ തന്നെ രാജ്യത്ത് പ്രദർശനാനുമതി നിഷേധിച്ചത് അക്കാര്യം കൂടി അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. പോലീസിലെ ദളിത് ജാതി വിവേചനത്തെ പറ്റി പറയുന്ന സന്തോഷിന് പ്രദർശനാനുമതി നിഷേധിക്കുന്നതും അദ്ദേഹം എമ്പുരാനൊപ്പം ഐക്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. എമ്പുരാൻ കണ്ട ശേഷമായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.